ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ആവേശം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഫഹദിന് നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഇക്കഴിഞ്ഞ ഏപ്രിൽ 11 വിഷു ഇത് ക്ലാഷ് റിലീസുമായിട്ട് കേരള ബോക്സ് ഓഫീസിലും ലോകമെമ്പാടും റിലീസ് ചെയ്ത സിനിമയാണല്ലോ ആവേശം. ചിത്രം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്നത്തെ 13ാം ദിവസത്തെ കളക്ഷനോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയുടെ ഇന്നലെ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 12ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 3 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമ 42 കോടി 40 ലക്ഷം കേരള ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഇന്നലെ 12ാം ദിവസം മാത്രം, അതായത് രണ്ടാമത്തെ തിങ്കളാഴ്ച മാത്രം 4 കോടി 60 ലക്ഷമാണ് സിനിമ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. അങ്ങനെ 12 ദിവസങ്ങൾ കൊണ്ട് 96 കോടി 62 ലക്ഷമാണ് ആവേശം ലോകമെമ്പാട് നിന്നും ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. 13ാം ദിവസമായി ഇന്ന് മാത്രം സിനിമയ്ക്ക് എങ്ങനെ പോയാലും 3.5-4 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 100 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് 13 ദിവസങ്ങൾ കൊണ്ട് ഇന്നത്തോടെ ആവേശം എത്തപ്പെടുന്നത്. ഫഹദിന്റെ കരിയറിലെ ഒരു മലയാളം സിനിമയുടെ ആദ്യത്തെ 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമ നമ്മുടെ മോളിവുഡിന്റെ 7ാമത്തെ 100 കോടി സിനിമയാണ്. പുലിമുരുകൻ, ലൂസിഫർ, 2018 മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ആടുജീവിതം എന്നിങ്ങനെയുള്ള 6 സിനിമകൾക്ക് ശേഷം 7ാമത്തെ സിനിമയായിട്ടാണ് ഫഹദിന്റെ ആവേശം 100 കോടി ക്ലബിൽ ഇടം നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രി 100 കോടിയുടെ തൃശൂർ പൂരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 7ൽ 5 100 കോടി കളക്ഷനും പിറന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ്. ഇനിയും ഈ വർഷം ഒരുപാട് 100 കോടി കളക്ഷൻ പിറക്കാനായിട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്തായാലും ഫഹദിന്റെ ആവേശം എന്ന സിനിമ 100 കോടി കളക്ഷനിലേക്ക് എത്തപ്പെടുമ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ മാസ് കോമഡി എന്റർടൈനർ സിനിമ ഇനിയും ഒരുപാട് കോടികൾ ബോക്സ് ഓഫീസിൽ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാത്തിരിക്കൂ ആവേശത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.